നമസ്തേ നമസ്കാരം. എൻ്റെ പേര് ദീപ കെ കക്കോത്ത്. എൻ്റെ ചാനലിൻ്റെ പേര് കാക്കോത്തിയിലെ ചിരിവീട്. അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നല്ല പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വരിക്കച്ചക്കയാണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണില്ലേ ചക്കയൊക്കെ നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുറച്ച് മൈദപ്പൊടി, ഇനി ശകലം അതിന് കറക്റ്റായിട്ട് ലേശം ഇത്തിരി ഉപ്പിടണം. യെസ്. അത് കഴിഞ്ഞ് കുറച്ച് ഏലക്കാപ്പൊടി. പിന്നെ ഞാൻ ശർക്കര യൂസ് ചെയ്യുന്നത് കേട്ടോ. ശർക്കര അപ്പോൾ ഏലക്കാപ്പൊടി, മൈദപ്പൊടി, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ഇട്ടിട്ടുണ്ട്. ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്തത്, ചക്കയല്ലേ. അപ്പോൾ ഷുഗർ, പഞ്ചസാര വേണമെന്നില്ല. ഞാൻ ശർക്കര യൂസ് ചെയ്യാറ്. ശർക്കര നല്ലോണം ഞാൻ ഇടിച്ച് പൊടിമാതിരി ആക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേട്ടോ, ചെറുതായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അധികം ഇതാവണ്ട. ഇതിന് കളറിന് വേണ്ടിയിട്ട് ഇത്രയും മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ആവട്ടെ, എന്നിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇതല്ലേ. ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. യെസ്, കണ്ടോ, കണ്ടില്ലേ, റെഡിയായി. അപ്പോൾ പാനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പാനിൽ വെച്ചു. പാനിൽ ചൂടാവുന്നുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ ഒഴിച്ചു, പാനിൽ ചൂടായിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചക്കയാണ്, കണ്ടില്ലേ. ഇത് മിക്സ് ആക്കിയ മാവ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇച്ചിരി ഫ്ലെയിം കുറക്കണം കേട്ടോ. ഞാൻ കുറച്ച് ഫ്ലെയിം കൂടിയിട്ടാണ്. അപ്പം നല്ല രീതിയിൽ അങ്ങനെ ഇങ്ങോട്ട് ഇട്ടിട്ട് ഓക്കെ ആദ്യം ഇട്ടതൊക്കെ ഒന്ന് ഇതാ, രണ്ട് സൈഡും ആവണല്ലോ. രണ്ട് സൈഡും നല്ല ക്രിസ്പി ആവണല്ലോ. യെസ്. അപ്പോൾ ചക്ക നല്ല രണ്ട് ഭാഗം നല്ല ക്രിസ്പി ആയിട്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് മാറ്റി വെക്കാം. കണ്ടില്ലേ. ഇനിയിപ്പം അതുപോലെ തന്നെ
പൊരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാം. എളുപ്പം ചെയ്യാൻ പറ്റുന്നതാട്ടോ, എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ട് ഭാഗവും നല്ല രീതിയിൽ ഇച്ചിരി ഇതായി. ഓക്കെ, ഫ്രൈ ആയിട്ടുണ്ട്, ഇച്ചിരി കൂടുതലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചക്ക പൊരിച്ചത് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് വേണ്ടേ, ടേസ്റ്റ് ചെയ്യണമല്ലോ, ടേസ്റ്റ് ചെയ്യണ്ടേ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു. ചക്കയുടെ മധുരവും, പിന്നെ ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്തത്, ഷുഗറല്ല, ശർക്കരയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. ചക്കക്ക് നല്ലത് ശർക്കരയാണ് ഞാൻ കരുതുന്നു. ഞാൻ ശർക്കര യൂസ് ചെയ്യാറ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കണ്ടില്ല? അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോ? ഇഷ്ടമായോ? പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം അല്ലേ? ചക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടാറ്റാ.